സർ, ഇപ്പോൾ ഇസ്രായേലിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നിരുന്ന പല ലോകശക്തികളും ഇപ്പോൾ ഇസ്രായേലിനെ ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലസ്തീൻ അംഗീകരിച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാനുള്ളൂ. അപ്പോൾ ഈ ഒരു ഘട്ടം വരുമ്പോൾ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയാണോ എന്നൊരു ചോദ്യമാണ്. ഇങ്ങനെ ഇനി മറ്റുള്ള രാജ്യങ്ങൾ കൂടി രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇസ്രായേൽ ഇപ്പോൾ ഒറ്റപ്പെട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമോ? പലസ്തീൻ വിഷയത്തിൽ ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റ് വന്നിരിക്കുന്നു. അത് കാലക്രമേണ വന്നതാണ്. 2 വർഷമായി തുടരുന്ന ഗാസ യുദ്ധം, ഹമാസുമായി ഇസ്രായേൽ നടത്തുന്ന യുദ്ധം, എല്ലാ സീമകളും ലംഘിക്കുന്നു എന്ന് ചിന്തിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടി വരുന്നു. അതൊന്ന്. 2, ഇങ്ങനൊരു കാസ്കേഡിംഗ് ആൻഡ് സ്പൈറലിംഗ് ഇഫക്റ്റ് ഉണ്ടാകാൻ ഒരു കാരണം അമേരിക്ക ട്രംപിന് കീഴിലെടുക്കുന്ന ചില നയങ്ങൾ അതിര് കടക്കുന്നു. പ്രത്യേകിച്ച് വ്യാപാര യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിര് കടക്കുന്നു. അതുകൊണ്ട് എപ്പോഴും അമേരിക്ക വരച്ചിടുന്ന റൂട്ടിലൂടെ തങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ടോ എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ചിന്ത, പ്രത്യേകിച്ച് ബ്രിട്ടനും ഫ്രാൻസിനും ആ ചിന്തയുണ്ട്. എക്കാലത്തും ഈ ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആണ് അമേരിക്കയുടെ ഡ്രൈവിംഗ് സ്പിരിറ്റ്. ഇറ്റ് കംസ് ഫ്രം അക്രോസ് ദി ഓഷ്യൻ ഫ്രം UK. അപ്പോൾ ബ്രിട്ടീഷുകാർ അടിസ്ഥാനപരമായി അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഒന്നാണ്. ഫ്രാൻസിൽ നിന്ന് പോയവരും ബ്രിട്ടനിൽ നിന്ന് പോയവരും യൂറോപ്പിൽ നിന്ന് പോയവരുമാണ് അമേരിക്ക. ഇപ്പോൾ അമേരിക്ക മറ്റൊരു നിലപാടെടുത്തുകൊണ്ട് യൂറോപ്പിനെതിരെ പോലും വ്യാപാര കാര്യം പറയുമ്പോൾ കടുത്ത വിലപേശൽ അമേരിക്ക നടത്തുമ്പോൾ ചില മറുപടികൾ കൊടുക്കേണ്ടതില്ലേ? ആ ഒരു ചിന്തയുണ്ട്. അങ്ങനെയെങ്കിൽ വ്യാപാര കാര്യത്തിലല്ല, കുറച്ചുകൂടെ പൊളിറ്റിക്കൽ, അമേരിക്ക എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുക. ഗാസ വിഷയത്തിൽ ഹമാസിനെ ഫിനിഷ് ചെയ്യാൻ ഇസ്രായേലിനെ സഹായിക്കുക. അത് മാത്രമല്ല, വെടിനിർത്തൽ ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ അത് ഇസ്രായേലിന് ബുദ്ധിമുട്ടാകും. ആ നിലപാടല്ല ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, പോർച്ചുഗൽ, സ്വീഡൻ ഈ രാജ്യങ്ങളൊക്കെ സ്വീകരിച്ചത്. ബ്രിട്ടൻ അൾട്ടിമേറ്റം കൊടുത്തു, നിങ്ങൾ വെടിനിർത്തൽ കൊണ്ടുവരിക സെപ്റ്റംബർ മാസത്തോടെ. ഇത് സെപ്റ്റംബർ അവസാനമാകുന്നു. അത് ഞങ്ങൾ കാത്തിരിക്കും. ബന്ദികളെ കൈമാറി വാങ്ങുക, വെടിനിർത്തൽ കൊണ്ടുവരിക, ശാശ്വത സമാധാനം കൊണ്ടുവരിക, 2 സ്റ്റേറ്റ് ഫോർമുല തത്വത്തിൽ അംഗീകരിക്കുക. ഇസ്രായേലിനെ പാലസ്തീനും പാലസ്തീൻ രാജ്യത്തെ ഇസ്രായേലും അംഗീകരിക്കുക. ഇതൊരു അൾട്ടിമേറ്റം പോലെ ബ്രിട്ടൻ ചെയ്തതാണ്. ഇസ്രായേൽ അതിന് പതിവ് പോലെ പുല്ലുവിലയാണ് കൊടുത്തത്. പക്ഷേ കിയർ സ്റ്റാമർ വളരെ തന്ത്രശാലി, അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി റേറ്റിംഗ് വളരെ കുറവാണിപ്പോൾ. ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരുപക്ഷെ ലേബർ പാർട്ടി ഇനി അധികാരത്തിൽ വരില്ല. അങ്ങനെയെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വംശീയമായ അറബി വംശജരെയൊക്കെ പിന്തുണയും ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് ബ്രിട്ടൻ ആ നിലപാടെടുത്തത്. ഫ്രാൻസ് ആ നിലപാടെടുത്ത. ഫ്രാൻസിലും ഇതേപോലെയുള്ള വൈവിധ്യങ്ങളുണ്ട്. ഈ സിറിയൻ കുടിയേറ്റം, മറ്റ് കുടിയേറ്റ ജനത, ഇതെല്ലാം ചേർന്ന് ഇമ്മാനുവൽ മാക്രോൺ ഗവൺമെൻറ് പോലും നിലനിൽക്കുന്നത് ഒരു തീവ്ര റാഡിക്കൽ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ചിന്തയിലല്ല, മറിച്ച് ഒരു മോഡറേറ്റ് ചിന്തയിലാണ്. അങ്ങനെയെങ്കിൽ ഈ മോഡറേറ്റുകളുടെ പിന്തുണ നേടിയെടുക്കാനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ശ്രമം സ്വാഭാവികമായി ഇനിയും വരാനുള്ളത് ഒരു ബാക്ക്ലാഷ് ഉണ്ടാകാം യൂറോപ്പിൽ. റാഡിക്കൽ റൈറ്റ് വിങ്, അതായത് ട്രംപിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയിലെ കൺസർവേറ്റീവ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ടല്ലോ, അതിന് സമാനമായി യൂറോപ്പിലെ റൈറ്റ് വിങ്ങിൻ്റെ ഒരു തിരിച്ചടി രാഷ്ട്രീയമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ പലസ്തീന് നൽകുന്ന രാഷ്ട്രമെന്ന നിലയിൽ പാലസ്തീനെ അംഗീകരിക്കുന്ന ഈ രാജ്യങ്ങളുടെ ഒരു നിലപാട് അവിടുത്തെ ജനങ്ങൾ എത്രത്തോളം പൂർണ്ണമായി ഉൾക്കൊള്ളും എന്നത് അറിയില്ല. അതുകൊണ്ടാണ് യൂറോപ്പ് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ 193 രാജ്യങ്ങളുണ്ട്. അതിൽ ജനറൽ അസംബ്ലിയിലെ ഡിസ്കഷൻ നടക്കുന്നു. അതിൻ്റെ ഒരു മൂഡ് അനുസരിച്ച് ഏതാണ്ട് 148 രാജ്യങ്ങൾ ഔപചാരികമായി പലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഒന്നുകിൽ അംഗീകരിച്ചു, അല്ലെങ്കിൽ പലസ്തീൻ അനുകൂല ഒരു നിലപാടാണ്. ഇസ്രായേൽ എന്ന രാജ്യവും പാലസ്തീൻ എന്ന രാജ്യവും ഒരുപോലെ നിലനിൽക്കണം എന്നാണ് ഈ രാജ്യങ്ങളെല്ലാം പറയുന്നത്. അല്ലാതെ ഇസ്രായേലിനെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നിൽക്കണമെന്ന് ആരും പറയുന്നില്ല. പക്ഷെ പലസ്തീൻ നിലനിൽക്കാൻ അവകാശം ഉണ്ടാകണം. അങ്ങനെ അമേരിക്കയോടൊപ്പം ഇപ്പോൾ നിൽക്കാൻ, പലസ്തീൻ ഉടനടി വേണ്ട എന്ന അമേരിക്കയുടെ ഇസ്രായേൽ നിലപാടിനോടൊപ്പം നിൽക്കാൻ 10 രാജ്യങ്ങളിൽ താഴെയുള്ളൂ ജനറൽ അസംബ്ലിയിൽ 193. ബാക്കി രാജ്യങ്ങൾ അബ്സ്റ്റെയിൻ ചെയ്യുന്നു. ഇന്ത്യ ഉൾപ്പെടെ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. പരമ്പരാഗതമായി ഇന്ത്യ എടുത്താലും അഭിപ്രായം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടായി എന്ന ഒരു ചിന്ത ഉണ്ടായി. അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പാലസ്തീൻ കോസിനോടൊപ്പമാണ്. ഇസ്രായേലിനെ അംഗീകരിക്കുന്നു, പലസ്തീനെയും അംഗീകരിക്കുന്നു.
ടു നേഷൻ സൊല്യൂഷൻ, ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമേ ഈ വിഷയത്തിൽ ഉള്ളൂ എന്ന നിലപാടാണ്. ആ നിലപാടാണ്, അതിനാണ് ഇപ്പോൾ പ്രാധാന്യം ലഭിക്കുന്നത്. ഇതിപ്പോ സാർ ഇറ്റലിയിൽ ഇപ്പോ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കും. ഇപ്പോൾ ഇസ്രായേലിലോട്ട് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു തുറമുഖം അടക്കപ്പോൾ അവിടുത്തെ പല തൊഴിലാളികളും അവിടെ സ്തംഭിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ യൂറോപ്പിലൊരു ഭിന്നത കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭിന്നത എന്ന് പറയാനാവില്ല, പക്ഷേ ഒരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമാണ്. കുടിയേറ്റ വിരുദ്ധതയാണ് യൂറോപ്പിൻ്റെ ഒരു ചിന്ത. എല്ലാ രാജ്യങ്ങളിലും റൈറ്റ് വിംഗ് ഗ്രൂപ്പുകൾ കുടിയേറ്റ വിരുദ്ധതയിൽ അധിഷ്ഠിതമായി വലിയ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നു പൊളിറ്റിക്കലി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിറിയൻ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ സിറിയയിൽ നിന്ന് മാത്രമല്ല, പലസ്തീൻ വംശജരായ റെക്കോർഡ് നമ്പർ ആളുകളാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ യൂറോപ്യൻ നഗരങ്ങളിലെത്തിയത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന മുൻപ് തന്നെ ഗേജ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പിൻവാങ്ങിയത്. എക്സിറ്റ് ഓഫ് ബ്രിട്ടൻ ഫ്രം യൂറോപ്യൻ യൂണിയൻ സംഭവിച്ചത് ഒരു 10 മുമ്പ് സംഭവിച്ചതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് തന്നെ നിയന്ത്രണമില്ലാത്ത കുടിയേറ്റമാണ്. അപ്പം യൂറോപ്പിൻ്റെ വംശീയമായ ഒരു അന്തരീക്ഷം മാറിയിരിക്കുന്നു. യൂറോപ്പിൻ്റെ ഡെമോഗ്രഫി, ജനസംഖ്യ അനുപാതം മാറിയിരിക്കുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ 2 രീതിയിൽ ഇതിനെ കാണാം. ഒന്ന്, ഒരു സമവായത്തിൽ പോകണം, പലസ്തീൻ രാജ്യം അംഗീകരിക്കണം, അറബി ഇസ്ലാമിക ലോകത്തെയും മൊത്തത്തിൽ ഇസ്ലാമിക ലോകത്തെ പിണക്കേണ്ടതില്ല എന്ന ഒരു സേഫ് ആറ്റിറ്റ്യൂഡ്. പിന്നെ മനുഷ്യാവകാശങ്ങളോടൊപ്പം നിൽക്കുന്നു, ന്യായത്തോടൊപ്പം നിൽക്കുന്നു. ബ്രിട്ടൻ പറയുന്നു തങ്ങൾ എംപയർ ആയിരുന്നു ഒരു കാലത്ത്. ആ സമയത്താണ് 1917 ബാൽഫോർ ഡിക്ലറേഷനിലൂടെ ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ ഒരു കഥാതന്തു പാകിയത് തങ്ങളാണ്. 48 ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയിരുന്ന സ്ഥലങ്ങളാണ് പിന്നീട് ഇസ്രയേലായി മാറിയത്. അപ്പോൾ പലസ്തീൻ വെള്ളിത്താരത്തിൽ വെച്ച് കൊടുക്കാവുന്ന നിലയിലാണെങ്കിലും ഞങ്ങൾക്കതിന് സാധിച്ചില്ല. വൈകി എത്തിയ വിവേകം എന്ന നിലയിൽ ഇപ്പോഴിതാ ബെറ്റർ ലേറ്റ് ദാൻ നെവർ, വി ആർ റെസ്പോണ്ടിങ് എന്നാണ് ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഫ്രാൻസിന്റെ മാൻഡേറ്റും ഉണ്ടായിരുന്നു. ആ പ്രദേശങ്ങളിലൊക്കെ ഫ്രഞ്ച് മാൻഡേറ്റും 48 ഉണ്ടായിരുന്നു എന്നോർക്കണം. അപ്പോൾ ഫ്രാൻസും ഫ്രാൻസും ഒക്കെ ഇന്നലെ ബ്രിട്ടനും ഇന്നത്തെ ദിവസം ഫ്രാൻസും ആണ് ഇപ്പം തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് വളരെ നിർണായകമാണ്. കാരണം ബ്രിട്ടനും ഫ്രാൻസും G7 അംഗങ്ങളാണ്, അമേരിക്കയോടൊപ്പം നിൽക്കുന്ന P5 അംഗങ്ങളാണ്, ചൈന, റഷ്യ മുൻപ് തന്നെ പലസ്തീൻ അനുകൂല നിലപാടുള്ളവരാണ്. അതോടൊപ്പം തന്നെ ബ്രിട്ടനും ഫ്രാൻസും ചേരുന്നു. അമേരിക്ക ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ സ്ഥിര അംഗത്വമുള്ള, വീറ്റോ അംഗത്വമുള്ള രാജ്യമാണ്. ഒറ്റപ്പെട്ടിരിക്കുന്നു. 4 രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്. എങ്കിലും സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയം, ഇസ്രയേലിന് വിരുദ്ധമായ ഒരു പ്രമേയം അവതരിപ്പിച്ച്, പലസ്തീൻ അനുകൂല പ്രമേയം അവതരിപ്പിച്ച് ഇപ്പോഴും പാസ്സാക്കാൻ കഴിയില്ല. ലാസ്റ്റ് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഈസ് നൺ അതർ ദാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആ ബലത്തിലാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത്. സാർ, ഇനിയിപ്പോ ഇവിടെ ഈ ഒരു ചർച്ചകൾ നടക്കുകയാണ്. ഇനിയിപ്പോ ഏതൊക്കെ രാജ്യങ്ങൾ ഇനി മുന്നോട്ട് വരും ഇല്ല എന്നുള്ള കാര്യങ്ങൾ. ആ സമയം തന്നെ ഇവിടെ ഇപ്പോൾ ഗാസയിൽ നിന്ന് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോകുന്ന, അവർ പലായനം ചെയ്തുകൊണ്ട് പോകുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇനി ഇത്രയും ആൾക്കാർ ഇനി എവിടെ പോകും? ഇത്രയും ആൾക്കാർക്ക് ഇനി ഏത് രാജ്യമാണ് ഇനി അവർക്കൊരു സ്ഥലം കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വളരെ പെട്ടെന്ന് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അവിടെ പോകുന്നു, ഇനി അവിടുത്തെ ഒരു ജനതയായിട്ട് അവർ വേറൊരു സ്ഥലത്ത് ജീവിച്ചു വരിക. അപ്പൊ ഇവരൊക്കെ ഇനി എവിടേക്കാണ് പോകുന്നത്? ഒരു രാജ്യത്തും പോവില്ല, അവരവിടെ തന്നെ ഉണ്ടാവും. അവിടെ തന്നെ നിൽക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതിന്റെ ഭാഗം കൂടിയാണ് അറബി ഇസ്ലാമിക ലോകം പലസ്തീൻ രാഷ്ട്രമുണ്ടാകണമെന്ന് പറയുന്നത്. നമുക്ക് തോന്നാം, പ്രഥമ ദൃഷ്ടിയെ നമുക്ക് തോന്നാം പലസ്തീനോടുള്ള അതിരുകടന്ന സ്നേഹം കൊണ്ടാണ്. അല്ല, പലസ്തീൻ ജനത അവിടെ വിട്ടുപോകേണ്ടി വന്നാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം ആ ജനതയുടെ ഭാരം വഹിക്കേണ്ടി വരും. അവരൊരു ബാധ്യതയാവും. പലസ്തീൻ അഭയാർത്ഥികൾ ബാധ്യതയാകുമെന്ന് സൗദി അറേബ്യക്കറിയാം, അയൽ രാജ്യമാണ്. ഈജിപ്തിനറിയാം, നെജേവ് ഡെസേർട്ട് കടന്ന് സൈനായ് മരുഭൂമി കടന്നാൽ പിന്നീട് ഈജിപ്തിന്റെ മണ്ണാണ്. ജോർദാൻ അറിയാം, റിവർ ജോർദാൻ കടന്നു കഴിഞ്ഞാൽ ജോർദാൻ രാജ്യമാണ്. അതുപോലെ തൊട്ടുവടക്കുള്ള ലെബനൻ അറിയാം. ഈ രാജ്യങ്ങളെല്ലാം തന്നെ, ആ പ്രദേശത്തുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ അഭയാർത്ഥികളുടെ വൻ പ്രവാഹമുണ്ടാകും. കടൽ വഴി അഭയാർത്ഥികൾ ഇറങ്ങിയാൽ പല രാജ്യങ്ങളിലേക്ക്, വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഇവരെല്ലാം അറബി ലോകമാണ്. ഈ അറബി ലോകത്തിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവരുടെ ഏറ്റവും സേഫ് ഓപ്ഷൻ, ഏറ്റവും പ്രൊഡക്റ്റീവ് ഓപ്ഷൻ, ഏറ്റവും ധാർമ്മികമെന്ന് തോന്നാവുന്ന ഓപ്ഷനാണ് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ. അതിന് എന്ത് സമ്മർദ്ദവും ചെലുത്താൻ തയ്യാറാണ്, എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ തങ്ങളുടെ മണ്ണിലേക്ക് പലസ്തീനിയൻ ജനതയെ പ്രവേശിപ്പിക്കാൻ അവർ തയ്യാറല്ല. അതവർ പുറത്ത് പറയില്ല, അവരൊരിക്കലും പുറത്ത് പറയില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള നിലപാട്. അതുകൊണ്ട് കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പലസ്തീൻ ജനതയാണ് എപ്പോഴും ദേ ആർ ഓൾവേസ് അറ്റ് ദി റിസീവിംഗ് എൻഡ്. അൺഫോർച്ചുനേറ്റ്.
സാർ ഇപ്പോൾ ഖത്തറിലോട്ട് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയതിന്റെ ബേസിൽ ഇപ്പോൾ അവിടെ ഒരു അറബ് നാറ്റോ എന്നുള്ള ഒരു പേര് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം അത് വീണ്ടും ചർച്ചയാവണം. അങ്ങനെ ഒരു സംഭവം അത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്? ഒരു സാധ്യതയുമില്ല, പറയാമെന്നല്ലാതെ, ഈ പറഞ്ഞതല്ലാതെ. ഇതൊക്കെ ഒരു റെറ്ററിക് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് വലിയ ജിങ്കോയിസം, വലിയ വായിലെ വർത്താനം. ഈ വർത്താനങ്ങളല്ലാതെ ഒന്നും നടക്കില്ല. കാരണം നെയ്റ്റോയുടെ പ്രിൻസിപ്പിൾ എന്താണ്? വൺ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ വൺ. ഇഫ് എനി നെയ്റ്റോ കൺട്രി കംസ് അണ്ടർ അറ്റാക്ക്, എല്ലാ നെയ്റ്റോ രാജ്യങ്ങളും ഒത്തുചേർന്ന് ആക്രമണകാരിയെ ഒറ്റപ്പെടുത്തി ആക്രമണ വിധേയമായ രാജ്യത്തെ സംരക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ നെയ്റ്റോയുടെ അതേ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കുന്നു. അതിനർത്ഥം എന്താ? അറബ് നെയ്റ്റോ ഉണ്ടാവുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളെല്ലാം GCC-യിലെയും അല്ലാത്തതുമായ അറബ് രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു, കീഴ്പ്പെടുത്തുന്നു. സാധിക്കുന്ന കാര്യമല്ല എന്ന് മുൻകാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. കാരണം ഇസ്രായേൽ ഇസ് എ ന്യൂക്ലിയർ പവർ. അത് മാത്രമല്ല, ബെല്ലും ബ്രേക്കും ഇല്ലാതെ നീങ്ങുന്ന രാജ്യമാണ്. അവർക്ക് ഒരു പ്രതിസന്ധിയും ബാധകമല്ല. എക്കാലത്തും അവർ സ്ട്രെങ്തിൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് മാത്രമല്ല യുദ്ധം ചെയ്യുന്നത്. ഇതൊരു തരം മനഃശാസ്ത്രപരമായ യുദ്ധത്തിലാണ് ഇസ്രായേൽ ജയിക്കുന്നത്. എല്ലാ ലോകരാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോഴും പ്രതിസന്ധികൾക്കെ വെല്ലുവിളിയായിട്ട് കണ്ടുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. ഇത് വീണ്ടും സംഭവിക്കാം. അതുകൊണ്ട് ഈജിപ്റ്റ് വലിയ സൈന്യത്തെയാണ് അതിർത്തിയിൽ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ സൗദി അറേബ്യ മാറി ചിന്തിക്കുന്നു. പാകിസ്ഥാനുമായി ഒരു കരാർ ഉൾപ്പെടെ, സൈനിക സഹകരണ കരാർ ഉൾപ്പെടെ സൗദി അറേബ്യ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ പാകിസ്ഥാൻ വിത്ത് ദിസ് ന്യൂക്ലിയർ ആർംസ് വിൽ കം ഫോർ ദ റെസ്ക്യൂ. അത് നടക്കത്തില്ല. കാരണം ആക്രമിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കില്ല, ഇറാന്റെ ആക്രമണ ഭീഷണിയാണ് സൗദി അറേബ്യ ഭയപ്പെടുന്നത്. പക്ഷെ അത് പറയാനാവാത്തത് കൊണ്ട് ഇസ്രായേൽ എന്നത് ഇപ്പോൾ പറയും. അപ്പോൾ ഈ സൗദി അതൊരു സൗകര്യമായി കണ്ടു. അതുകൊണ്ട് ആ രീതിയിലൊക്കെ പറഞ്ഞു വെക്കാമെന്നല്ലാതെ കാര്യത്തോടെടുക്കുമ്പോൾ ഇസ്രായേലുമായി നേരിട്ട് മുട്ടാൻ അറബ് രാജ്യങ്ങൾ ഒന്നും തന്നെ 1973 യുദ്ധത്തിന് ശേഷം തയ്യാറായിട്ടില്ല. പിന്നീട് ആകെ യുദ്ധം ചെയ്ത് ഇറാൻ മാത്രമാണ് നേരിട്ട്. മറ്റെല്ലാം ഇറാനിയൻ പ്രോക്സീസ്, ഹിസ്ബുള്ളയും ഹൂതീസും ഹമാസും എല്ലാം യുദ്ധം ചെയ്തു. ഇതെല്ലാം ഇറാനിയൻ പ്രോക്സികളായതുകൊണ്ട് അറബ് ലോകത്തെ ഈ ഗ്രൂപ്പുകളോട് വലിയ മമതയില്ല, ഹമാസിനോട് ഉൾപ്പെടെ. അപ്പോൾ ഹമാസിനോട് അറബികൾക്ക് സ്നേഹമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. വലിയ സ്നേഹമൊന്നുമില്ല. അവർ അറബികളാണ്, സഹോദരന്മാരാണ്. പക്ഷെ അവരെ സഹായിക്കുന്നത് ഇറാനാണ്. ഇറാൻ അറബ് രാജ്യമല്ല. ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിൽ അങ്ങനെ അങ്ങോട്ട് ചേരില്ല. ഇതെല്ലാം ഒരു സങ്കീർണതകളാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ഈ സങ്കീർണതകളിൽ ആണ് ഇസ്രായേൽ ആ സങ്കീർണതകളെ സാധ്യതയായി മാറ്റുകയാണ് ഇസ്രായേൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അമേരിക്ക. പിന്നെ എൻ്റെ സംശയം സാർ, ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു നിലപാട് അങ്ങനെ ഒരു മാറ്റിയത് എന്താണെന്നാണ്. കാരണം ഇത്രയും കാലമായിട്ട് നമ്മൾ ഇന്ത്യയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ശ്രദ്ധ നേടാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അങ്ങനെ, അത് ശരിക്കും ഞെട്ടിപ്പോയി. ഇന്ത്യ എന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ആര് പറഞ്ഞു മാറ്റിയെന്ന്? മാറ്റി എന്നതൊരു ഒരു 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 ആരോപണം മാത്രമാണ്. കാരണം അടിസ്ഥാനപരമായി എക്കാലത്തും ഇന്ത്യ പലസ്തീനിയൻ കോസിനോടൊപ്പമായിരുന്നു. പക്ഷെ മാറിയ സാഹചര്യത്തിൽ 2000ങ്ങളുടെ മധ്യം മുതൽ, അല്ലെങ്കിൽ BJP സർക്കാർ 2014 അധികാരത്തിൽ വന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം കൂടുതലായി ഇസ്രായേലുമായി സഹകരണം ഉണ്ടായി. മോദി ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറി, അല്ലേ? അവിടെ ഒരു വലിയ പുതിയൊരു പന്ഥാവ് വെട്ടിത്തുറക്കുകയാണ്. കാരണം ഈ പാകിസ്ഥാനെക്കുറിച്ചുൾപ്പെടെയുള്ള വിവരങ്ങൾ, രഹസ്യ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ഒന്നാന്തരം ഒരു രഹസ്യ അന്വേഷണ വിഭാഗമുണ്ട് മൊസാദിന്, ഇസ്രായേലിൻ്റെ ചാരസംഘടനയ്ക്ക്. ഇതെല്ലാം പ്രയോജനപ്പെടുത്താം. ടെക്നോളജി അസിസ്റ്റൻസ് ഉണ്ടാകാം. പല കാര്യത്തിലും സൈനിക സഹകരണം സാധ്യമാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ പിണക്കാതെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് അബ്സ്റ്റെയിൻ ചെയ്ത് ഇസ്രായേലിനെ വിമർശിക്കുന്ന പല പ്രമേയങ്ങളിൽ നിന്നും കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പല ആവർത്തി ഐക്യരാഷ്ട്ര സംഘടനയിൽ, ജനറൽ അസംബ്ലിയിലും സെക്യൂരിറ്റി കൗൺസിലും ഭാരതം വിട്ടുനിന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ മാസം സെപ്റ്റംബർ 12-ാം തീയതി ഐക്യരാഷ്ട്ര സംഘടനയിൽ കൂടിയ മീറ്റിംഗിൽ ഇന്ത്യ വിട്ടുനിന്നില്ല എന്ന് മാത്രമല്ല, പാലസ്തീനിയൻ കോസിനോടൊപ്പം നിന്നു. അത് ചരിത്രപരമായ ഇന്ത്യയുടെ നിലപാടാണ്. അതൊരിക്കൽ കൂടി ഇന്ത്യ ആവർത്തിക്കുന്നു. പക്ഷേ ഇടയ്ക്ക് ഇസ്രായേലിന് പിണക്കണ്ട എന്ന് കരുതി മാറി നിന്നു. ഇതിനെല്ലാം ഒരു കാരണം ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ച ഒരു പോരാട്ടമുണ്ട്. അത് സൈനികമല്ല, മറിച്ച് തന്ത്രപരമായ, വ്യാപാരപരമായ പോരാട്ടം. H-1B വിസയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, അതിനു മുമ്പ് ടാരിഫുമായി ബന്ധപ്പെട്ട കഠിനമായ ടാരിഫുകൾ, 50% ടാരിഫ്. അപ്പം അമേരിക്കയെ സഹായിക്കുന്ന രാജ്യം, ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്ക, അപ്പം അവരോടൊപ്പം പരസ്യമായി ബ്രാക്കറ്റ് ചെയ്ത് പൊളിറ്റിക്കലി നിൽക്കണ്ട എന്ന ഒരു ചിന്തയും ഇതോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ പിണക്കാതെ തന്നെ അറബി കോസിന് വേണ്ടി, അറബി കോസ് എന്ന് പറയുന്നത് ശരിയല്ല, പലസ്തീനിയൻ കോസ്. അതേസമയം ഇന്ത്യ അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഹമാസ് അല്ല പലസ്തീൻ.
ഹമാസ് വേറെ, പാലസ്തീൻ വേറെ. ഹമാസ് എന്നത് ഇന്ത്യ നിരോധിച്ചിട്ടുള്ള സംഘടനയല്ല എങ്കിൽ പോലും ഹമാസിനെ കോൺഫിഡൻസ് എടുക്കണമെന്ന് ഇന്ത്യ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പലസ്തീൻ രാഷ്ട്രം എന്ന് പറയുമ്പോൾ അവിടെ ഹമാസ് മാത്രമല്ല, ഫത്ത പാർട്ടിയുണ്ട്. അത് പലസ്തീൻ അതോറിറ്റി, മഹ്മൂദ് അബ്ബാസ് നയിക്കുന്ന വെസ്റ്റ് ബാങ്കിലെ ഒരു പലസ്തീനിയൻ ഗവൺമെന്റ് ഉണ്ട്, അല്ലെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന് കൂടുതൽ പവേഴ്സ് ലഭിക്കണം. അത് ഒരുപക്ഷെ ആ രീതിയിലാണ് ഇന്ത്യ ചിന്തിക്കുന്നത്. അല്ലാതെ ഹമാസ് അനുകൂലമായി ഇന്ത്യ ചിന്തിക്കുന്നു എന്ന വിവക്ഷ ശരിയല്ല. അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് മാറിയെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി പ്രായോഗികമായി പൊളിറ്റിക്കലി കറക്റ്റായി ഇന്ത്യ പ്രതികരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും യുദ്ധം നീണ്ടുകൊണ്ടുപോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ ചില നിർണായകമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നൊക്കെ വന്നാലും ഇസ്രായേൽ തങ്ങളുടെ ആ ഒരു പ്രതിജ്ഞ അത് മുന്നോട്ട് പോവുക തന്നെയാണ്. ഒരാളെയും ഭയക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ DNA അങ്ങനെയാണ്. ഇസ്രായേൽ എല്ലാ കാലത്തും എല്ലാ പ്രതിബന്ധങ്ങളെയും എതിർത്തുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം, അതിജീവനത്തിന്റെ ആചാര്യൻ എന്ന് വേണമെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് പറയാവുന്നതാണ്. ആ അതിജീവനം മുൻകാലങ്ങളിലുള്ളതുപോലെ ഇനിയും ഇസ്രായേൽ തുടരാനാണ് സാധ്യത. പക്ഷേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല. എന്നിരുന്നാലും പ്രതീക്ഷിക്കാം, നമുക്കും പ്രതീക്ഷിക്കാം അത്തരത്തിലൊരു മാറ്റം സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത്.